എന്താ സർ? ഇവിടെയല്ലേ മോഷണം നടന്നു പറഞ്ഞത്? ആന്റി, പോലീസിനെ വിളിച്ചത് ഞാനാ. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തുടക്കത്തിലേ എനിക്ക് തോന്നി. സർ, പണവും ആഭരണങ്ങളും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വരണം സാർ. വാടോ. പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടത് എപ്പോഴാ? ഇന്നലെ രാത്രിയാണോ അതോ പകലോ? സർ, ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ ഒരു ഫംഗ്ഷന് പോയതാ. പോകുമ്പോ ആഭരണങ്ങളും പണവും ഒക്കെ അലമാരയിൽ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴാ മിസ്സായത് അറിയുന്നത്. ഓക്കെ. വീടിന്റെ വാതിലുകൾ കുത്തിപ്പൊളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല സർ, വീട് ഇവളെ ഏൽപ്പിച്ചാ ഞങ്ങൾ പുറത്തു പോയത്. ആരാ ഇത്? ഇവിടുത്തെ വേലക്കാരിയാ സർ. ഇവിടെ എത്ര നാളാ ഇവിടെ വന്നിട്ട്? കഷ്ടിച്ച് ഒരു മാസം. സത്യം പറയടേ, എന്താ സംഭവിച്ചത്? സർ, ഞങ്ങളില്ലാത്തപ്പോ ഇവിടെ 2 AC മെക്കാനിക്കുകൾ വന്നു എന്നാണ് ഇവള് പറയുന്നത്. ഞങ്ങളാരും AC സർവീസ് ചെയ്യാൻ ആരും വിളിച്ചിട്ടില്ല. ഇവള് കള്ളമാണ് സർ പറയുന്നത്. അല്ല സർ, അവരിവിടെ വന്നിരുന്നു. അവരാ മുറിയിൽ കയറിയതും. ഇവിടെ CCTV ഇല്ലേ? അത് CCTV കംപ്ലൈന്റ് ആയിട്ട് ഒരാഴ്ചയായി. അതിവിടെ എല്ലാവർക്കും അറിയാവോ? അറിയാം. ഈ വീട്ടിലുള്ള ജോലിക്കാർക്ക് എല്ലാവർക്കും അറിയാം. വേറെ ജോലിക്കാർ എത്ര പേരുണ്ട് ഇവിടെ? 2 പേരുണ്ട്. അവര് വർഷങ്ങളായിട്ട് നിൽക്കുന്നത്. ഓക്കെ. നാട് നീളെ മോഷണങ്ങൾ പെരുകി വരുന്ന സമയ. പല സ്ഥലങ്ങളിലും അന്വേഷണത്തിന് ഫലം കാണാറില്ല. കാരണം എന്താണെന്നറിയോ? നിന്നെ പോലുള്ളവര് പോലീസിനെ പോലും കബളിപ്പിക്കുന്ന രീതിയിൽ വളരെ വിദഗ്ധമായിട്ട് അത് ചെയ്യും. AC മെക്കാനിക്കലുടെ വേഷത്തിൽ വന്ന ആരാ? അവര് നിന്റെ ആരാണെന്നാ ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയുന്നത് ഇവിടെയാണെങ്കിൽ കുറെ കാര്യങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. അതല്ല, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാണ് ഞാൻ ചോദിക്കുന്നെങ്കിൽ പിന്നെ നിന്റെ ജന്മം കൊണ്ടുപോലും നിനക്ക് വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. മറ്റുള്ള ജോലിക്കാർ ഇവിടെ ഇല്ല, വീട്ടുകാരും ഇവിടെ ഇല്ല. സാഹചര്യങ്ങളൊക്കെ കൃത്യമാണ്. ഇനി അത് എങ്ങനെ ചെയ്തു എന്ന് മാത്രം നീ പറഞ്ഞാ മതി. സാർ ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞു കൊടുക്ക. എന്തോ എന്നിൽ കുത്തിവെച്ച് എന്നെ കള്ളിയാക്കി അടങ്ങുന്നാണോ? ഇത്ര നേരം കള്ളിന്ന് വിളിച്ചവർ എന്നെ കുറ്റക്കാരിയാക്കി. എന്നിട്ട് അവർ തന്നെ പോലീസിനെ വിളിച്ചു. വന്നു കയറി നിങ്ങൾക്ക് ഒരു സംശയവുമില്ല, ഞാനാണ് കള്ളിന്ന് നിങ്ങൾ ഉറപ്പിച്ചു. സാറുമാര് പറയുന്ന പോലെ ഗൂഢാലോചന നടത്തുന്നത് ഞാനല്ല, നിൽക്കുന്നവരാ. എന്നെ കള്ളിയാക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു വരുത്തിയതാ. ഇതാണോ പോലീസുകാരുടെ ഡ്യൂട്ടി? സാറേ, ഇവള് കാഞ്ഞ വിത്താ. ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവള് സത്യം പറയില്ല. സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ഒരു 10 മിനിറ്റ് തന്നാ മതി. ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഞങ്ങൾ ഇവിടെ കൊണ്ടുപോവാ. കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് സ്റ്റേഷൻ വരെ വരണം, ഒരു പരാതി എഴുതി തരാൻ. ഇവിടെ വണ്ടി കയറ്റിക്കും. വാടി ഇങ്ങോട്ട്. നടക്കാൻ വരില്ല സർ, എന്നെ കരുതി കൂട്ടി ദ്രോഹിക്കാനുള്ള ചതിയാ. വരാനല്ലേടി നിന്നോട് പറഞ്ഞത്? മാഡം എന്നെ കൊണ്ടുവരുന്നെന്ന് പറ. ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. എന്നെ വിട്ടേക്കാൻ പറ സർ. ഞാൻ നിങ്ങളുടെ കാൽക്കൽ കിടക്കുന്നതല്ലേ. നിങ്ങൾ എന്നെ ദ്രോഹിച്ചെന്നല്ലാതെ ഞാൻ ഇന്നുവരെ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ? കൊണ്ടുപോലെന്ന് പറ സർ. വാടി ഇങ്ങോട്ട്. നടക്ക. വരാനല്ലേ നിന്നോട് പറഞ്ഞേ? മാഡം ഇങ്ങോട്ട്.